നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1934 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ശ്രീധരക്കുറുപ്പ് സാറാണ്. ശ്രീധരക്കുറുപ്പ് സാറ് നമ്മുടെ സൂമിലെ സൂമിന്റെ എല്ലാമായ ശ്രീധരക്കുറുപ്പ് സാറാണ്. അദ്ദേഹം ഒത്തിരി ക്ലാസ്സുകളും പിന്നെ എല്ലാ ക്ലാസ്സുകളിലും അഭിപ്രായം പങ്കുവയ്ക്കുവാനുമായി ഒക്കെ എത്തുന്ന വ്യക്തിയാണ് ശ്രീധരക്കുറുപ്പ് സാറ്. ശ്രീധരക്കുറുപ്പ് സാറിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീധരക്കുറുപ്പ് സാറ് MD ഹോമിയോപ്പതി, MSc സൈക്കോളജി, MSc യോഗ എന്നീ ക്വാളിഫിക്കേഷൻ ഉണ്ട്. കൂടാതെ അദ്ദേഹം കോട്ടയം സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച വ്യക്തി കൂടിയാണ്. സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ക്ലാസ് ആരംഭിക്കാം. അൺമ്യൂട്ട് ചെയ്യണേ. ശൈലജ അൺമ്യൂട്ട് ചെയ്യണം. ഹോസ്റ്റ് ആയിരുന്നു, എങ്ങനെ മ്യൂട്ടായി? അതെ, എല്ലാവരുടെയും അൺമ്യൂട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ ഒറ്റയടിക്ക് എല്ലാം കൂടി മ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. കുഴപ്പമില്ല. അപ്പൊ ശ്രീധരക്കുറുപ്പ് സാറിനെ ഒരിക്കൽ കൂടി വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറേ, ക്ലാസ് തുടങ്ങാം. ഇത് പറ്റിയ സാറിന് പറ്റുന്നില്ല, സാറിനെ കോഹോസ്റ്റ് ആക്കാം. ഇപ്പൊ കേക്കാവോ? കേക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കേട്ടോ? ആദ്യം പറഞ്ഞ കേട്ടില്ല. അതായത് ഇതിന്റെ എല്ലാ സംഘാടകർക്കും IFPHന്റെ അതിന്റെ മോഡറേറ്റേഴ്സിനും കോർഡിനേറ്റേഴ്സിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാറേ, ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. സാറിന്റെ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഹോമിയോപ്പതിയിലെ രാജ്ഞി, ഹോമിയോപ്പതി ഔഷധങ്ങളിലെ രാജ്ഞി എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അത് കേട്ടപ്പോ ആദ്യം ഞാൻ വിചാരിച്ച് ഹോമിയോപ്പതിയിലെ രാജ്ഞിയായിരിക്കും. അല്ല, ഹോമിയോപ്പതി ഔഷധങ്ങളിലെ രാജ്ഞിയാണ്. അത് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടിയുണ്ട്. സാറിന് ക്ലാസ് തുടങ്ങും. ഓക്കെ, കേൾക്കാമല്ലോ? കേക്കാം, കാണാം. അന്നേരം ഈ ആർക്കെങ്കിലും പറയാവോ ഹോമിയോപ്പതിയുടെ രാജ്ഞി ആരാണ്? ഞാൻ പറയുന്നില്ല. ഒന്ന് രണ്ടെണ്ണം സംശയം തോന്നി. പ്ലാറ്റിനാണോ സാറ്? പ്ലാറ്റിനല്ലേ? പോളിക്രസ്റ്റ്, കിങ് ഓഫ് ദി പോളിക്രസ്റ്റ്, നക്സോമിക്ക, ക്യൂൻ ഓഫ് ദി പോളിക്രസ്റ്റ്. ആദ്യം ഞങ്ങളെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറയുന്നത് അർജുനൻ സാർ വന്നിട്ട് നോട്ട് വെച്ച് ഒരു വായനയുണ്ട്. എൻ്റെ ആദ്യം പറയുന്നത് പ്രസാറ്റായുടെ ആദ്യം പറയുന്നത് ഇറ്റ് ഈസ് ദി ക്യൂൻ ഓഫ് ദി ഇത് പോളിക്രസ്റ്റ് റെമഡിയാണ്, കിങ് നക്സോമിക്കായ. പിന്നെ നമുക്ക് നോക്കാം. അതായത് ഈ ക്യൂരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പൾസാറ്റിഡ ഒരു വുമൻസ് റെമഡി ആയിട്ടാണ്, പക്ഷേ ജെൻസിനും അത് ഫലപ്രദമാണ് ഈക്വലി. പിന്നെ നമ്മൾ പൾസാറ്റിഡ ഫീമെയിൽ റെമഡിയും നക്സോമിക്ക മെയിൽ റെമഡി ആയിട്ടാണ് എല്ലാവരും കരുതിപ്പോരുന്നത്. പക്ഷേ രണ്ടു കൂട്ടർക്കും പറ്റുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സിംറ്റംസ് എഗ്രീസ് ആണെങ്കിൽ നമുക്ക് ആണിനും കൊടുക്കാം, പെണ്ണിനും കൊടുക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷൻ മെയിൽസ് മ്യൂക്കസ് മെംബ്രെയിൻ, നാക്ക്, വയറ്, ബൗവൽസ്, ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസ്, ഓവറി, യൂട്രസ്, വജൈന, ഐസ് അങ്ങനെയുള്ളിടത്തൊക്കെയാണ് കൂടുതൽ ഇതിന് എഫക്റ്റ്. പിന്നെ അതിൻ്റെ പതോജനസിസ്, ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ, തീക്ക്, ബ്ലാൻഡ്, ഗ്രീൻ, യെലോയിഷ് ഡിസ്ചാർജസ് ആണ് അതിൻ്റെ കൂടുതൽ. അതിന് ബേണിംഗ് സെൻസേഷൻ ഓഫ് പാം ആൻഡ് സോൾസ് ആൻഡ് ടങ്സ്, അതൊരു പ്രധാനപ്പെട്ട സിംറ്റമാണ്. റൂമാറ്റിക്
ആർത്രൈറ്റിക് കംപ്ലൈൻസ് ഇറ്റ് ഈസ് വെരി, അത് ഒരു വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ലേഡീസ് ഹു ആർ ഫെയർ, ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ബട്ട് inclined to fleshy with fine hair and blue eyes, soft and black muscles, anemic and choleric with pale face at puberty. Pulsatilla patient can be compared to the race of the sheep, angiogrode to sin, and arsenic to race of horse. അങ്ങനെയാണ് ഉപയോഗിക്കാറ് പല പ്രധാനപ്പെട്ട ഡോക്ടർമാരും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ടെമ്പറാമെന്റ് slow, phlegoric, and indecisive and full of tears ആണ്. Relation with heat and cold. It is a controversial point whether Pulsatilla is hot or chilly drug. Dr. Ken says that there is a pendulum-like action between heat and cold relation amongst complementary remedies. ഞാൻ പലപ്പോഴും ഈ ഹീറ്റ് ആൻഡ് കോൾഡ് തെർമൽ റിയാക്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, കേസെടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ തെർമൽ റിയാക്ഷൻ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് പല ഡിസീസസിലും കാണാറുണ്ട്. പക്ഷെ നമ്മുടെ മെഡിസിൻ ഈ ഹോട്ട്, ചില്ലി, ആംബിതെർമലൊക്കെ നമ്മൾ വെച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് കുറച്ചാണ്. അതുകൊണ്ട് നമ്മുടെ മെഡിസിന് ഈ തെർമൽ റിയാക്ഷൻ, ഹീറ്റ് ആൻഡ് കോൾഡ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അതല്ലാതെ ഈ പൾസാറ്റിലേക്ക് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പെൻഡുലം പോലെ ആടി മാറി മാറി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോറിക് ആൻഡ് അലൻ, ടൈലർ ബോറിക്കും അലനും പറഞ്ഞിരിക്കുന്നത് ഒരു ചില്ലി മെഡിസിൻ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ കെന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ഹോട്ട് ബ്ലഡഡ് ആയിട്ട്. അപ്പം ചിലപ്പം ചില്ലി ആണെങ്കിൽ ഹോട്ടിലോട്ടും, ഹോട്ടാണെങ്കിൽ ചില്ലിലോട്ടും മാറി മാറി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിയാസം സോറ ആണ് ബാക്ക്ഗ്രൗണ്ട്. കേൾക്കാമോ? മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോണോ. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. എന്നേലും സ്പീഡ് പറഞ്ഞെങ്കിൽ പറഞ്ഞോണോ. ചിലപ്പം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അങ്ങ് അറിയാതെ സ്പീഡ് അങ്ങ് കൂടി. അന്നേരം ഇതിന്റെ ശാസ്ത്രനാമം പൾസാറ്റില നൈഗ്രൻസ് എന്നാണ്. അത് റണൻകുലേസി ഫാമിലിപ്പെട്ടതാണ്. അത് സാധാരണ ഭാഷയിൽ വിൻഡ് ഫ്ലവർ എന്ന് പറയും. യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും റഷ്യ, ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കണ്ടുവരുന്നു. പിന്നെ അത് കൂടാതെ വേറൊരു പൾസാറ്റിലായി ഉണ്ട്, അത് അമേരിക്ക മാത്രമേ കാണുന്നു. ഔഷധയോഗ്യ ഭാഗം സമൂലം. ഔഷധ ഗുണം ജലദോഷം, ചെങ്കണ്ണ, കൺകുരു, വിളർച്ച, പീനസം, ആർത്തവ തടസ്സം, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, ഗർഭകാല രോഗങ്ങൾ, ഗർഭാശയത്തിൽ കുട്ടിയുടെ പ്രകൃതി വിരുദ്ധമായ കിടപ്പ്, സുഖപ്രസവം, അസ്ഥിയുരുക്കം, വൃഷ്ണവീക്ക, അഞ്ചാം പനി, ചിക്കൻ പോക്സ് മുതലായ പല രോഗങ്ങൾക്കും ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് അതിൻ്റെ കാരണം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട്, തണുപ്പ്, പാദം നനയുന്നത് മൂലം, ചെവി, ഇതിൻ്റെ കോസേഷനാണ് പറയുന്നത്, ചെവി പഴുപ്പ്, ആർത്തവം, പാൽ തുടങ്ങിയ ഉള്ളിലേക്ക് അമർച്ച ചെയ്യുന്നത് കൊണ്ട്, ഈ വക കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പല രോഗങ്ങളും ഉണ്ടായ പൾസാറ്റില വളരെ നല്ലൊരു ഔഷധമാണ്. പ്രധാന ലക്ഷണങ്ങൾ: പ്രധാനമായിട്ടും പൾസാറ്റില സ്ത്രീകൾക്കുള്ള ഒരു പ്രധാന ഔഷധമാണ്. 1. ശാന്ത സ്വഭാവം, ഇളക്ക മനസ്സ്, നിസാര കാരണം കൊണ്ട് കരയുക, എന്തിനും ഏതിനും വഴങ്ങുക, പ്രകൃതം എന്നീ മനോലക്ഷണങ്ങളുള്ളവർക്കും, വെളുത്തു തടിച്ച് ഉറപ്പില്ലാത്ത ശരീരപ്രകൃതി, നീല നിറത്തിലുള്ള നയനങ്ങൾ, ചെമ്പിച്ച തലമുടി, വിളറിയ മുഖം എന്നീ ദേഹപ്രകൃതിയുള്ള സ്ത്രീകൾക്കും ഈ ഔഷധം പ്രത്യേകം ഫലിക്കുന്നു. അത് ഞാൻ ഈ ഒറ്റ സിംറ്റം വെച്ച് ഒരുപാട് കേസുകൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. 1. ഒരിക്കൽ ഒരു ടിനൈറ്റിസ്, അത് ഇങ്ങനെ പലരും ട്രീറ്റ് ചെയ്തിട്ട് കുറവില്ല. എപ്പോൾ ചോദിച്ചാലും പറയും കിടക്കുക കിടക്കുക, തലകറക്കം, കിടക്കുക കിടക്കുക. ഞാനൊരിക്കൽ
കേസെടുത്തപ്പം രോഗിയോട് ചോദിച്ചു, നിങ്ങൾക്ക് മനപ്രയാസം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം രോഗി കരഞ്ഞു. അന്നേരം അവരുടെ ഹസ്ബൻഡ് അടുത്തിരിപ്പുണ്ടായിരുന്നു. ഒരു തമാശ പറഞ്ഞു, ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിരിക്കുന്നവർ ക്ഷമിക്കുക. അന്നേരം കരഞ്ഞു. ഈ സിംറ്റം വെച്ച് ഞാൻ ഒരുപാട് കേസ്, ഇറസ്പെക്റ്റീവ് ഓഫ് രോഗത്തിന്റെ പേര് പറയാതെ തന്നെ ഈ ഒറ്റ ലക്ഷണം വെച്ച് ഒരുപാട് കേസുകളെ എനിക്ക് ചികിത്സിക്കാൻ പറ്റി. അത് പൾസാറ്റില 0/3 ഇപ്പോഴും ആദ്യം വരാറില്ല. വല്ലപ്പോഴും എങ്ങാനും വന്ന ഒറ്റ ഡോസ് കഴിച്ചാൽ അമ്മാരെ കുറയും. അതായത് ഈ ഇയർ ബാലൻസ്, ഈ ടിനൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇയർ ഇംബാലൻസ് വരും. പല കേസുകളിലും എനിക്ക് കാര്യം നമ്മുടെ ഹോമിയോപ്പതി സ്പെസിഫിക് ഒന്നും ഇല്ല എങ്കിലും കുറെ കാലങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഏകദേശം 50 വർഷമായി എൻ്റെ ട്രീറ്റ്മെൻറ്റ്. അത് നമ്മൾ പറയും സ്പെസിഫിക് ഒന്നും ഇല്ലെങ്കിൽ കുറെ കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പൾസാറ്റില വരുന്നത് കണ്ടാലും, സൾഫർ നടന്നു വരുന്ന കണ്ടാലും, ഫോസ്ഫറസ് വരുന്ന കണ്ടു കഴിഞ്ഞാലും നമുക്ക് പലതരത്തിൽ നമ്മുടെ രോഗികളെ നമുക്ക് മനസ്സിലാകും. അപ്പം അത് ഞാൻ ഇതിനു മുമ്പ് പലയിടത്തും എടുത്തിട്ടുണ്ട്. ചിലപ്പം അവരുടെ മണം കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ യൂറിൻ്റെ കളറായിരിക്കും, ഇതിൻ്റെ മോഷൻ്റെ കളറായിരിക്കും. അങ്ങനെ പല പല രീതിയിൽ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും റെയർ അൺകോമൺ പെക്യൂലിയർ സിംറ്റമായിട്ട്. എന്നാൽ ഇത് ഞാനൊരു റെയർ അൺകോമൺ പെക്യൂലിയർ സിംറ്റമായിട്ട് എടുത്തിട്ട് പലർക്കും ചികിത്സിച്ചിരുന്നതാണ്. അതിൻ്റെ അകത്ത് അപ്പൻഡിസൈറ്റിസ് ഒരു 4-5 കേസ് കുറച്ചിട്ടുണ്ട്, പിന്നെ ഗോൾബ്ലാഡർ സ്റ്റോൺ കുറച്ചിട്ടുണ്ട്. അങ്ങനെ പല പല കേസുകളും, പിന്നെ പല്ലുവേദന കുറച്ചിട്ടുണ്ട്. എന്താ ഈ സിംറ്റംസ് കൊണ്ടാണ്. അത് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി മുക്കാലും സമയം കേസ് പറഞ്ഞങ്ങ് തീരും. അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. അങ്ങനെ പല A to Z എല്ലാ കേസുകൾക്കും നമുക്ക് പൾസാറ്റില വളരെയധികം, അതിൻ്റെ വേറൊരെണ്ണം ചേഞ്ചബിലിറ്റി ഓഫ് സൈൻസ് ആൻഡ് സിംറ്റമാണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് ഈയിടെ എനിക്കൊരു പേഷ്യൻ്റ് വന്നു, ഈ പ്രാവശ്യം വരുന്ന കാലയില വേദനയെങ്കിൽ പിറ്റേ ദിവസം തോളത്ത വേദന, അതിൻ്റെ പിറ്റേ ദിവസം അല്ല അന്ന് തന്നെ വേറെ സൈഡിലോട്ട് മാറി മാറി പെട്ടെന്ന്. അങ്ങനെ ഞാനൊരു ഈ ചേഞ്ചബിലിറ്റി വെച്ചിട്ട് തന്നെ ഒരു SLE ട്രീറ്റ് ചെയ്തു. എനിക്ക് ആദ്യത്തെ കാലങ്ങളിലൊക്കെ SLE ഞാൻ എടുത്തിട്ട് 1-2 കേസ് ഞാൻ ഫെയിലിയറായി. അത് പിന്നെ എനിക്ക് എടുക്കാൻ പേടിയായിരുന്നു. പക്ഷേ പേഷ്യൻറ്റിൻ്റെ നിർബന്ധവും അവരുടെ കോൺഫിഡൻസും കൊണ്ട് ഞാൻ ആ കേസെടുത്തു. ഇപ്പം പല SLE കേസുകളും എനിക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് കിട്ടിയ ഒരു SLE കേസ് ഒരു 35-36 വയസ്സുള്ളൊരു സ്ത്രീ, അവരൊരു ബ്യൂട്ടീഷ്യനാണ്. അവർ പലയിടത്ത് പോയിട്ട് അലോപ്പതി, ആയുർവേദം, ഇവൺ ഹോമിയോപ്പതിയും ചികിത്സിച്ചു, പക്ഷേ കുറഞ്ഞില്ല. അവസാനം ഈ ലൈറ്റ് പെയിൻ, ഷിഫ്റ്റിംഗ് പെയിൻ, അതുപോലെ മെൻ്റൽ ചേഞ്ചസ്, സിംറ്റംസ് ചേഞ്ച്, ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ പൾസാറ്റിലയുടെ അത് തേസ്റ്റ്ലെസ്നെസ്, ഡ്രൈനസ് ഓഫ് ദി ലിപ്സ്, തേസ്റ്റ്ലെസ്നെസ് ഒക്കെ വെച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്തപ്പം 0/3 ഒരു ഫ്യൂ ഡോസ് കൊണ്ട് അവരുടെ എൻ്റെ ഡിസീസ് കുറവായി. പിന്നെ ആ പ്രദേശത്ത് പല അവരുടെ റിലേറ്റീവ്സ് മുഴുവൻ എൻ്റെ അടുത്തുനിന്ന് മെഡിസിൻ മേടിക്കാൻ വന്നു. അതുകൊണ്ട് പൾസാറ്റില ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ഇൻ ഇറ്റ്സ് ഓൺ പ്ലേസ്. അതിൻ്റെ ഇൻഡിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു 10 മെഡിസിൻ ഒരാൾ പറയുക, ഒരു 10 മെഡിസിൻ എനിക്ക് മതി ഇപ്പം മേടിക്കാൻ, അതിലൊരെണ്ണം എൻ്റെ പൾസാറ്റിലായിരിക്കും. അതിനൊരു പ്രശ്നം, പൾസാറ്റിലില്ലാതെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനേ പറ്റിയില്ല. പറഞ്ഞതേ ഉള്ളൂ, എക്സ്പീരിയൻസ് പറയുന്നതാണ്. എപ്പോഴും കരഞ്ഞോണ്ടേ ഇരിക്കുള്ളൂ. അതുപോലെ കരയുന്നതാണ് നേട്രമോറ്, സെപ്പിയ, ഇഗ്നേഷ്യ, ഇതൊക്കെ കരയും. അതിൻ്റെയൊക്കെ കരച്ചിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. പൾസാറ്റിലായ സമാധാനിപ്പിക്കുന്ന ഇഷ്ടമാണ്. സാരമില്ല പോട്ടെ, അവർക്ക് വലിയ ഇഷ്ടമാണ്. അതിനകത്ത് നേട്രമോറിന് ഒട്ടും ഇഷ്ടമില്ല, നേരെ തിരിച്ച. അങ്ങനെ ഓരോ കരച്ചിലിനും ഓരോ ഇതിനും പ്രത്യേകമുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പ്രത്യേകം വല്ല കരച്ചിലിൻ്റെയും അവരുടെ മാനസിക നിലയും, ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ, മാനസിക നിലയും കഴിഞ്ഞ് ഈ റൂബ്രിക്സിനെ കുറിച്ച്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം തരം തിരിച്ച് അത് നമുക്ക് മരുന്നുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. തടിച്ച ശരീരപ്രകൃതിയോടുകൂടി ആർത്തവം വളരെ കുറവായും താമസിച്ചും പോവുക, അങ്ങനെയുള്ളതിന് പൾസാറ്റില ഒരു ഉഗ്രം മരുന്നാണ്. വേറൊരു മരുന്ന് ഗ്രാഫൈറ്റിസ് ആണ്.
പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി വരുന്നതോടുകൂടി രക്തക്കുറവ്, ചുമ, ക്ഷയരോഗ ലക്ഷണങ്ങൾ തുടങ്ങി കണ്ടുവരുന്നതിനും ഒരു ഉത്തമ ഔഷധമാണ്. സർവ്വരോഗാവസ്ഥയിലും ദാഹമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ്. അതുപോലെ എപ്പിസ് മിലിക്ക, നെനവിക്ക, നാസ്മോസ്കിറ്റ മുതലായതും അതിന് സമാനമായ മരുന്നുകളാണ്. ഉഷ്ണം സഹിക്കുവാൻ കഴിയുന്നില്ല, തണുത്ത വായുവിൽ സഞ്ചരിക്കാൻ ആഗ്രഹം. ഈ തണുത്ത വായുവിലും ഈ സഞ്ചരിക്കാനുള്ള കേസ് വെച്ചിട്ട് ഒരു ആസ്മ കേസ് ഒരു പേഷ്യൻറ്റിന് രാത്രി ഒരു 4 മണി 5 മണിയാകുമ്പം ആസ്മ പോകും. ഓടിക്കഴിയുമ്പം അയാളെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങവനത്തിനും കോട്ടയത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തുള്ള ആളാണ്. അയാൾ കാർ എടുത്തിട്ട് കാറിൻ്റെ ഈ ചില്ല് താത്തിട്ടിട്ട് അവിടെ നിന്ന് ചങ്ങനാശ്ശേരി വരെ നല്ല ഫാസ്റ്റിൽ കാർ ഓടിച്ചു പോകും. തിരിച്ചു വരുമ്പോൾ അയാൾക്ക് അയാൾ കയറി കിടന്നുറങ്ങും. ഒരു മരുന്നും കഴിക്കാൻ. അയാൾക്ക് കൊടുത്ത മരുന്ന് പട്സാറ്റില കൊണ്ട് കുറഞ്ഞു, കംപ്ലീറ്റ് മാറി. സിംഗിൾ റെമഡിയെ കൊടുത്തുള്ളൂ കേട്ടോ. പല പ്രാവശ്യം കൊടുത്ത് പല ആവർത്തനത്തിൽ 0/3 0/6 ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ല. ഒരുപാടുണ്ട്. ഈ ചില മെഡിസിൻസ് ഒക്കെ ഒരുപാട് സിംറ്റം ഉണ്ട്. എത്ര പറഞ്ഞാലും മടുക്കിയത്. എനിക്കറിയാൻ തന്നെ ഞങ്ങളുടെ സാറന്മാരൊക്കെ 45 മിനിറ്റ് കൊണ്ട് ഇത് തീർത്തേച്ച് സ്ഥലം വിടും. പിന്നെ ഇതിന്റെ രോഗവർദ്ധനകൾ ഈവനിങ് ഒരു കൊച്ചു ശൈല വന്ന് നിൽപ്പുണ്ടത്. വൈകുന്നേരം ഈവനിങ്ങിൽ അഗ്രവേഷനാണ്. അപ്പം നമ്മൾ സാധാരണ ഞാൻ പഠിച്ചിട്ടുള്ളത് ഈവനിങ് അഗ്രവേഷനിൽ സമയത്ത് നമ്മൾ ഈ മെഡിസിൻ കൊടുക്കരുതെന്നാണ് പറയുന്നത്. കൊടുത്താൽ ചിലപ്പം ഒരു പ്രൈമറി ആക്ഷൻ കൊണ്ട് കൂടുതലാകാൻ സാധ്യതയുണ്ട്. എല്ലാ ഗ്ലേഷ്മചർമ്മങ്ങളിലും കഫനീർപ്പാട്, മൃദുവായ കട്ടിയുള്ള പച്ചയോ മഞ്ഞയോ നിറത്തിലുള്ള കഫസ്രാവം, അത് കാരിസർപ്പിനുമുണ്ട് നേട്രസർപ്പിനുമുണ്ട്. പച്ചയോ മഞ്ഞയോ ആയിട്ടുള്ള കഫ, അതായത് സിമിലർ മെഡിസിൻസ് ആണ്. വേദനയോടുകൂടി കുളിരുണ്ടാകുകയും വേദന ശക്തി അനുസരിച്ച് കുളിര് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതായത് ഈ കുളിരും ചിൽനെസ് മാറി മാറി വരും പല സ്ഥലങ്ങളിൽ. വേദനയോട് കൂടിയായിരിക്കും അത് കൂടുകയും കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഈ കുളിരിനനുസരിച്ച് വേദന കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. എപ്പോഴും മാറി മാറി വരുന്ന രോഗലക്ഷണങ്ങൾ. 2 പ്രാവശ്യം വരുന്ന കുളിര് ഒരുപോലെയല്ല. ഓരോ പ്രാവശ്യവും പോകുന്ന മലം ഒരുപാട് ഇരിക്കുക. ഒരു സമയത്ത് സുഖം, അടുത്ത മണിക്കൂറിൽ തന്നെ അസുഖം. വ്യക്തമായ വൈരുദ്ധ്യാവസ്ഥ ഇഗ്നേഷ്യായിക്കുണ്ട്. അതായത് മാറി മാറിയായിരിക്കും. ഇപ്പം കാണുന്ന കൂട്ടല്ല. ഇന്ന് കോൺസ്റ്റിപ്പേഷനാണ്, നാളെ ചിലപ്പോൾ ഡയറിയാണ്. ആ ഫോമായിരിക്കില്ല മോഷൻ്റെ. അതുപോലെ തന്നെ ഓരോ കുളിരിനും ഓരോരോ വ്യത്യാസമുണ്ട്. അത് മാറി മാറി വരികയും ചെയ്യും. വേദനയുടെ കൂടെ ചിൽനെസ് വരും. വേദനകൾ പെട്ടെന്ന് ആരംഭിച്ച് സാവധാനത്തിൽ അവസാനിക്കുകയോ സാവധാനത്തിൽ ആരംഭിച്ച് പെട്ടെന്ന് അവസാനിക്കുകയോ ചെയ്യുന്ന ഷിഫ്റ്റിംഗ് പെയിൻ. ബെറ്റർ ബൈ പ്രഷർ ആയിരിക്കും വേദനയ്ക്ക്. കോൾഡ് ആപ്ലിക്കേഷൻ റിലീവ് കിട്ടുകയും ചെയ്യും വേദനകൾക്കൊക്കെ. കേക്ക്, റൊട്ടി, പന്നിയിറച്ചി, മസാല ചേർത്ത മാംസം തുടങ്ങിയ കൊഴുപ്പുള്ള സാധനങ്ങൾ കഴിച്ചതിനുണ്ടാകാവുന്ന ആമാശയ സംബന്ധമായ രോഗങ്ങൾ, അതിനൊക്കെ നമ്മുടെ പട്സാറ്റില വളരെ നല്ലതാണ്. രാത്രിയിൽ വയറ്റിൽ ഇരപ്പോടുകൂടി ഉണ്ടാകുന്ന അതിസാരം, ഡയറിയ വന്നാൽ അത് രാത്രിയിലാണ് കൂടുതൽ സാധാരണ. ഇരുമ്പ്, കൊയിന, ടോണിക്കുകൾ തുടങ്ങിയ സേവിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ, അതിൻ്റെയൊക്കെ എല്ലാം ദോഷഫലങ്ങൾക്ക് ഇത്രയാണ് കൂടുതൽ ഇതിനെല്ലാം ഇൻഡിക്കേറ്റഡ്. ഇനി ഓരോന്നോരോന്ന് പറയാം. മനസ്സ്, നിസ്സാര കാരണത്തിന് കരയുക. പിള്ളേരെ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്ന പിള്ളേരാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് അമ്മേ 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 എന്നും പറഞ്ഞ ചങ്ങ് കരയാൻ നിർത്തുകയല്ല. എന്നാ പറഞ്ഞാലും നിർത്തുകയല്ല, അങ്ങ് കരച്ചില്ല.
ചെറിയ ചെറിയ കാര്യത്തിന് പോലും. ഇളക്കമുള്ള മനസ്സ്, പേടി, വൈകുന്നേരം ഒറ്റയ്ക്കാകി പോകുമെന്ന പേടി, പ്രേതങ്ങളെ പേടി, സഹതാപം ആഗ്രഹിക്കുന്നു, സഹപരിച്ച രോഗലക്ഷണങ്ങൾക്ക് ആശ്വാസം. അതിനകത്ത് നേട്ടമോട്ടിന് നേരെ തിരിച്ചാ. ഞാനത് ഒന്ന് പറഞ്ഞതാ, എന്നാലും ഒന്നുകൂടെ എടുത്തു പറയാം. കുട്ടികൾ തങ്ങളെ താലോലിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. എടുക്കുന്ന വളരെ ഇഷ്ടമാണ്. എപ്പോഴും എളി കയറി അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ തോളത്ത് കയറി അമ്മയുടെ എളി കയറിയൊക്കെ ഇരിക്കാൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കൂടാതെ ബഹളം ഉണ്ടാക്കുന്നതിന് ഇവർ താല്പര്യം കാണിക്കുന്നു. പെട്ടെന്ന് ധൈര്യം ചോർന്നു പോകും. അതായത് ഇവർക്കുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്, അവരടുത്തോട്ട് പോവുക. അത് പരിചയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. എതിർലിംഗത്തെ ഭയം, സ്ത്രീകൾ പുരുഷന്മാരെ പേടിക്കുന്നു. ഇത് തിരിച്ചും കണ്ടിട്ടുണ്ട് ചില കേസുകളിൽ. പൾസാറ്റർ പേഷ്യൻ്റ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പേടിയുള്ള ആണുങ്ങളുമുണ്ട്. മതവിശ്വാസത്തിലുള്ള മ്ലാനത, ശാന്ത സ്വഭാവം, വ്യസനം, ഉള്ളിലടക്കുക, ആർത്തവം ഉണ്ടായിരിക്കുന്ന നിമിത്തമുണ്ടാകുന്ന മാനസിക രോഗങ്ങൾ, സപ്രഷൻ ഡിസീസ്. അവിടെ നിന്നോട്ട് ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, അവിടെ നിന്നോട്ട് കുഞ്ഞ്. ഞാൻ ഡിസ്റ്റർബ് ആകാതിരുന്നാൽ മതി. തലയുടെ ചുറ്റിനും ഓടി നടക്കുന്ന കൊളുത്തി വലിക്കുന്നത് പോലെയുള്ള വേദന. വേദന മുഖത്തേക്കും പല്ലുകളിലേക്കും വ്യാപിക്കുന്നു. തലചുറ്റും തുറന്ന വായയുടെ ആശ്വാസം. ഞാൻ മുമ്പേ ഒരു കേസ് പറഞ്ഞല്ലോ, ആസ്മയുടെ. അത് ആ കാറ്റടിച്ച് തുറന്ന സ്ഥലത്തോട്ടിരിക്കുക. അതായത് പ്രസവിക്കുന്നത് സാധാരണ അടഞ്ഞ മുറികളിലാണല്ലോ. പ്രസവ സമയത്ത് പോലും അത് തുറന്നിട്ടാൽ അവർക്കൊരു ആശ്വാസം കിട്ടും, ജനലൊക്കെ തുറന്നിട്ടാൽ. വലതുവശത്തെ ചെന്നിയിൽ ഞരമ്പ് സംബന്ധമായ തലവേദന, വലതുവശത്തെ കണ്ണിന് വേദന, കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിക്കുന്നു, കുനിയുമ്പോൾ തലചുറ്റൽ, അമിതമായ പ്രവൃത്തി കൊണ്ടും അമിത ഭക്ഷണം കൊണ്ടും ഉണ്ടാകുന്ന തലവേദന. വൈകുന്നേരം തലവേദന വർദ്ധിക്കുന്നു. തല വലിഞ്ഞു കെട്ടിയാൽ തലവേദനയ്ക്ക് ആശ്വാസം. എന്തെങ്കിലും ഒരു തോർത്തൊക്കെ എടുത്ത് കെട്ടിയാൽ, നല്ല മുറുക്കി കെട്ടിയാൽ നല്ല കുറവ് കിട്ടും. ഉച്ചിയിൽ അമർത്തുന്നത് പോലെ തോന്നുക. കണ്ണ് മഞ്ഞ നിറത്തിൽ കട്ടിയുള്ള ധാരാളം പഴുപ്പ്. പീള ഇങ്ങനെ ഉണ്ടാകും, മഞ്ഞ പീല. അത് കൂടുതലും പ്രായമുള്ളവർക്കൊക്കെ ഒരുമാതിരി പീള ഇങ്ങനെ കെട്ടി വരും. ചിലർക്ക് കൊച്ചു പിള്ളേർക്കും ഉണ്ടാകാറുണ്ട്. ചെങ്കണ്ണ, കണ്ണിൽ ചൊറിച്ചിലും നീറ്റിലും ധാരാളം കണ്ണുനീരും പീളയും പോകുന്നു. കൺപോളകൾ പഴുക്കുകയും രാത്രിയിൽ മുടി കെട്ടുകയും ചെയ്യുന്നു. കൺപോളകൾക്കുണ്ടാകുന്ന കൺകുരു, ഇത് ഞാൻ ഒരുപാട് ഇതുണ്ട്. അതായത് പലപ്പോഴും ഈ പ്രീ ഡയബറ്റിക് കണ്ടീഷനിൽ കൺകുരു ഉണ്ടാകും. അത് മേളത്തെ കൺപോളകളില്ല. ഉണ്ടായാൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്താൽ മിക്കവാറും ഒക്കെ കേസുകളിൽ പ്രീ ഡയബറ്റിക് ആയിട്ട് ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ജലദോഷം കൊണ്ടുണ്ടാകുന്ന ചെവി വേദന, വൈകുന്നേരം രാത്രിയിലും ചെവി വേദന വർദ്ധിക്കുന്നു. ചെവി പഴുപ്പ്, ചെവിയിൽ നിന്നും കൊഴുത്ത മഞ്ഞ നിറമുള്ള ദുർഗന്ധമുള്ള ജലമൊലിക്കുന്നു. 5-ാം പനിയുടെ ശേഷം ഉണ്ടാകുന്ന ചെവി പഴുപ്പ്, ചെവിയുടെ ധാരം ചുവന്നു വീങ്ങിയിരിക്കുന്നു. ഇതിനെല്ലാം നല്ല മെഡിസിനാണ് നമ്മുടെ പൾസാറ്റിന്. മൂക്കിന്റെ ചുവട്ടിലായി അമർത്തും പോലെയുള്ള വേദന, മണവും രുചിയും അറിയുവാൻ കഴിയുന്നില്ല. മൂക്കിൽ പച്ച നിറത്തിൽ ദുർഗന്ധമുള്ള വലിയ ഒറ്റകൾ. പച്ച നിറത്തിൽ ദുർഗന്ധം കവം പോകുന്നു. പീനസം, വളരെ പഴകിയ ജലദോഷം, മൂക്കിൽ നിന്നും ദുർഗന്ധം വരുന്നു. മൂക്കിലെ അസ്ഥികൾക്ക് വേദന, വൈകുന്നേരം ഉഷ്ണമുള്ള അടഞ്ഞ മുറിയിൽ വെച്ചും രോഗവർദ്ധന. ഞാൻ പറഞ്ഞ ഓപ്പൺ എയർ ബെറ്ററാണ്. മുഖം വലതുവശത്ത് അനുഭവപ്പെടുന്ന ഈ മൂക്കും ഈ ഇതൊക്കെ പറയുമ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഒന്ന് ഇത് ടിനൈറ്റിസിന് ഇതൊരു നല്ല മരുന്നാണ്, അലർക്കത്തിനൊരു നല്ല മരുന്നാണ്. മുഖം വലതുവശത്ത് അനുഭവപ്പെടുന്ന ഞരമ്പ് വേദന, ഇതോടുകൂടി ധാരാളം കണ്ണുനീർ പോകുന്നു. കീഴ്ചുണ്ടിന് വീക്കം, കീഴ്ചുണ്ടിന് മധ്യത്തിലായി വിണ്ടുകീറൽ, വൈകുന്നേരമാകുമ്പോൾ അനുഭവപ്പെടുന്ന മുഖത്ത് വേദന. ഇത് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. വേദനയോടുകൂടി കുളിര് എപ്പോഴും ഉണ്ടായിരിക്കും. കുളിര് കൂടുകയാണെങ്കിൽ വേദന കൂടും, വേദന കൂടുകയാണെങ്കിൽ കുളിരും കൂടും. വായ, പല്ലുവേദന, വൈകുന്നേരം ചൂടുവെള്ളം മുറിയിൽ വെച്ചും വായിൽ ചൂടുവെള്ളം പിടിക്കുന്നതിനും കിടക്കയിലെ ചൂട് കൊണ്ടും വർദ്ധിക്കുന്നതിനും പല്ലുവേദന. ചമമിലായിക്കൊണ്ട് ഇത് തന്നെ. അതായത് ഈ ചൂടുവെള്ളം കൊണ്ട് ഉണ്ടാകുന്ന പല്ലുവേദനയ്ക്ക്
പൾസാറ്റിലായും ചമമിലായുമാണ് മരുന്ന്. തുറന്ന വായിൽ സഞ്ചരിക്കുന്നതിനാൽ തണുത്ത വെള്ളം വായിൽ കൊള്ളുന്നതിനാൽ പല്ലുവേദനയ്ക്ക് ആശ്വാസം. വായ വരണ്ടിരുന്നാലും ദാഹം തോന്നുകയില്ല. രുചിക്ക് മധുരമുള്ള വെള്ളം വായിൽ തെളിയുക. വായിൽ രാവിലെ ദുർസ്വാദ് പഞ്ഞി പോലെ കട്ടിയുള്ള പത തുപ്പുക. നമ്മൾ തുപ്പുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ പതഞ്ഞിരിക്കും. പകുതി കഫവും പകുതി പതയായിരിക്കും. ആമാശയം, കൊഴുപ്പുള്ള ഭക്ഷണം, ചൂടുള്ള ഭക്ഷണപാനീയങ്ങൾ ഇവയോട് വെറുപ്പ്. കഴിച്ച ഭക്ഷണത്തിന് രുചി തികട്ടി വരുന്നു. വായിൽ കയ്പ് രുചി. എല്ലാത്തരം ഭക്ഷണത്തിനും രുചിക്കുറവ് അനുഭവപ്പെടുന്നു. വ്രണം ഉള്ളതുപോലെയുള്ള വേദന. കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചതിലുണ്ടായ ദഹനക്കേട്, നെഞ്ചരിച്ചിൽ. ദഹനത്തോടുകൂടി ഭക്ഷണത്തിന് ശേഷം വലിയ വീർപ്പ് അനുഭവപ്പെടുന്നു. അത് കാരണം വസ്ത്രങ്ങൾ അയച്ചിടുന്നു. അത് നമ്മൾ സാധാരണ വസ്ത്രം അയച്ചു കൊടുത്താൽ ഉടനെ ഡാക്കസിസ് വരുന്നത്. ഇത് പൾസാറ്റിലേക്കും അത്ര ഒരു സിംറ്റം ഉണ്ട്. എല്ലാത്തരം ലക്ഷണങ്ങളുടെയും ദാഹമില്ലായ്മ അനുഭവപ്പെടുന്നു. ഏപ്പിസും ഉണ്ട്, നസ്മോസ്കിറ്റായും വരുന്നുണ്ട്. വളരെ മുമ്പ് കഴിച്ച ഭക്ഷണങ്ങൾ ഛർദ്ദിക്കുന്നു. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ ആമാശയത്തിൽ വേദന. ആമാശയത്തിൽ ഒരു കല്ല് വെച്ചാൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഭാരം, പ്രത്യേകിച്ച് രാവിലെ ഉണരുമ്പോൾ. ആർത്തവ സമയത്തും ഗർഭകാലത്തും രാവിലെ ഉണ്ടാകുന്ന ഓക്കാനം. ഞാൻ ഈയിടെ ഒരു പേഷ്യൻറ്റിനെ കൊടുത്തു. എനിക്ക് ഒരു 17 വയസ്സുള്ള പെങ്കൊച്ച്. ആദ്യം 15 ആദ്യം ഫസ്റ്റ് മെൻസസ് ആയത്. പക്ഷെ 17 വയസ്സ് തൊട്ട് അതിന് 1 വർഷമായിട്ട് ഭയങ്കര മെൻസ്ട്രൽ ടൈമിൻ്റെ ഭയങ്കര ഓക്കാനവും ഛർദ്ദിലും ഒക്കെ. ഞാൻ പൾസാറ്റില കൊടുത്തു. അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല. അപ്പം പിന്നെയും വരുമോയെന്നറിയത്തില്ല. ഇതുവരെ വന്നില്ല. ആമാശയത്തിൽ നാടി അടിക്കുന്നത് പോലെയുള്ള വിങ്ങൽ. ചായ കുടിക്കുന്നവർക്ക് ആമാശയത്തിലുണ്ടാകുന്ന പരവേശം, ഛർദി, വായിൽ വെള്ളം തെളിയുക. വായിൽ രാവിലെ ദുർസ്വാദ്, ഉദരം. വൈകുന്നേരം കുളിരോടുകൂടി ഉണ്ടാകുന്ന വേദന. അടിവയറ്റിൽ ഇരപ്പും തിളപ്പും വീർപ്പും. വയറ്റിൽ ഒരു കല്ല് വെച്ചതുപോലെയുള്ള ഭാരവും വായുകെട്ടലും. അടിവയറ്റിൽ താഴോട്ട് വലിച്ചു കൂട്ടിയ നോവ്. അതായത് അതിനുള്ള വേറൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഓൾ ഓൺ സെൻസേഷൻ. ഒന്നും കഴിച്ചില്ലെങ്കിലും എന്തോ കഴിച്ച മാതിരി. അത് ചായ കുടിച്ചു കഴിഞ്ഞാൽ അത് കൂടും. ഡയറിയ ഉണ്ടാകും. രാത്രിയാണ്. രാത്രി ഡയറിയയ്ക്ക് നല്ലൊരു മെഡിസിനാണ്. ഇന്നും രാത്രി കിടക്കുമ്പം വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നും. പോയി കഴിഞ്ഞാൽ ലൂസ് മോഷനായിരിക്കും. മലാശയം, ചൊറിച്ചിലും വേദനയോടും കൂടി പുറത്ത് ചാടുന്നതും രക്തം പോകുന്നതുമായ മൂലക്കുരു. പഴം, കൊഴുപ്പുള്ള ഭക്ഷ്യത്തിലുണ്ടാകുന്ന അതിസാരം. ആഴ്സനിക്കാരനും ചൈനയും കൊള്ളാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു മെഡിസിനാണ് ഈ പഴമൊക്കെ കുറേ ദിവസം ഇരുന്ന് ചീഞ്ഞു കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് കളയണമെന്ന് വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ അസുഖങ്ങൾക്ക് ഇത് ഒരു നല്ലൊരു മെഡിസിനാണ്. അതുപോലെ ആഴ്സനിക്കാരമാണ് ഞാൻ സാധാരണ കൊടുക്കാറുണ്ട്. പക്ഷെ പൾസാറ്റിലായും ചൈനയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് മെഡിസിനാണ്. രാത്രിയിൽ വർദ്ധിക്കുകയും ഇരപ്പോട് പൊട്ടിപ്പോകുന്നതും കഫത്തോടു കൂടിയതുമായ അതിസാരം, വേദന. ഓരോ പ്രാവശ്യവും പോകുന്ന മലത്തിൻ്റെ രീതി വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ കളറും വ്യത്യാസപ്പെട്ടിരിക്കും. പ്രൊഫൈലിൻ്റെ കൂട്ട്. വയറുകടി, കഫവും രക്തവും പോകുന്നു. വയറുകടിക്ക് മലശോധന ഉണ്ടാകുമ്പോൾ കുളിരു തോന്നുന്നു. ദിവസത്തിൽ 2-3 പ്രാവശ്യം ശരിയായ രീതിയിലുള്ള മലശോധന ഉണ്ടായിരിക്കും. മൂത്രപഥം, മൂത്രവിസർജനത്തിന് വർദ്ധിച്ച ആഗ്രഹം. കിടപ്പുമ്പോൾ കൂടുന്നു. മൂത്രം പോകുമ്പോഴും പോയി കഴിഞ്ഞും മൂത്രധാരത്തിൽ നീറ്റൽ അനുഭവപ്പെടുന്നു. രാത്രിയിൽ കിടക്കുമ്പോൾ ചുമക്കുമ്പോഴും മൂത്രം അറിയാതെ പോകും. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സിംറ്റം. അതായത് സ്കുല്ല, നേട്രമൂറ്, സെപ്പിയ, പോസ്റ്റിക്കം, പോസ്ട്രസ് ഇങ്ങനെയുള്ള മെഡിസിനൊക്കെ ഈ സിംറ്റംസ് ഉണ്ട്. മൂത്രാശയത്തിൽ വേദന അനുഭവപ്പെടുന്നു. അതുപോലെ ഈ ബേണിംഗ് ഡ്യൂറിങ് യൂറിനേഷൻ, അത് കാന്താരിസ് ഇതിനോട് കമ്പയർ ചെയ്യാവുന്ന ഒരു മെഡിസിനാണ്. പുരുഷൻ, വൃഷണങ്ങൾക്ക് നീര്, മുണ്ടുനീര് ശരിയായ രീതിയിൽ ചികിത്സിക്കാത്തത് കൊണ്ടും ഗുണോറിയ കൊണ്ടും വരുന്ന വൃഷണവീക്കം. അടിവയറ് മുതൽ വൃഷണങ്ങളിലേക്ക് വലിച്ചോടുകൂടിയ വേദന. വലതുഭാഗത്തുണ്ടാകുന്ന നീര്, മഞ്ഞ നിറത്തിൽ കട്ടിയുള്ള കഫം. ഞാനിത് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് വലതുവശത്ത് പൾസാറ്റിലായും ലെഫ്റ്റ് സൈഡിൽ റോഡോഡെൻഡ്രോണും. ഈ റോഡോഡെൻഡ്രോൺ, ഈ 2 മെഡിസിൻ കൊണ്ട് ഈ ഹൈഡ്രോസീൽ ഒരുപാട് കേസുകൾ ഞാൻ കുറച്ചിട്ടുണ്ട്.
കുഴപ്പമില്ലല്ലോ. വേഗത കൂടുതലുണ്ടോ? ഹലോ മോഡറേറ്റർ. ഇല്ല സാറേ, കുഴപ്പമില്ല. ആ ഞാനേ വേറെ ശബ്ദങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മ്യൂട്ട് ചെയ്ത് വയ്ക്കും, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്നാലും കേൾക്കുന്നുണ്ടോ? വേറുള്ളവർ കൂടെ മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയണ്ടേ. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഗൊണോറിയയുടെ അവസാന ഘട്ടത്തിൽ നൽകാവുന്ന ഔഷധം. മൂത്രനാടിയുടെ വ്യാസം ചുരുങ്ങുന്നു, മൂത്രം തുള്ളി തുള്ളിയായി മാത്രം പോകുന്നു, പെട്ടെന്ന് വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. ഇവിടെ കൊണയും അതുപോലെ തന്നെ നമ്മുടെ തൂജായും കമ്പയർ ചെയ്യാവുന്നതാണ്. മൂത്രവിസർജനം നടത്തുമ്പോൾ വേദനയും മുക്കലും മലർന്നു കിടക്കുമ്പോൾ വർദ്ധിക്കുന്നു. സ്ത്രീകൾ ആർത്തവ തടസ്സം, ടു ലൈറ്റ്, സ്കാൻഡി ആൻഡ് സപ്രസ്ഡ് ആയിരിക്കും. ഇതിന് സമാനമായിട്ടുള്ള മെഡിസിൻ സിമിസിമുക ആണ്. ഇതുപോലെ തന്നെ ഈ പല ആർത്തവത്തിൻ്റെ പല കാരണങ്ങൾക്കും കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ്. പാദങ്ങൾ നനഞ്ഞതിൽ ആർത്തവം നിന്നുപോകുന്നു, വളരെ താമസിച്ചും കുറവായും കഫം പോലെ വേദന സഹിതമുള്ള ക്രമം തെറ്റിയ ആർത്തവം. ഒന്നാമത്തെ ആർത്തവം താമസിച്ചു പോവുക, കറുത്തും കട്ടിയുമായ ഓരോ പ്രാവശ്യവും വ്യത്യാസപ്പെട്ട രീതിയിൽ പോകുന്ന ആർത്തവ രക്തം. അതായത് ഞാനൊരു 18 വയസ്സായിട്ടും മെൻസസ് ആകാത്ത ഒരു കേസിൽ ഞാൻ പട്സാറ്റില ഒന്നല്ല 3-4 കേസിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പിള്ളേർക്ക് വളർച്ചയൊക്കെ ഉണ്ട്, വേറെ പ്രത്യേക കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെയിലായിരിക്കും, രക്തക്കുറവായിരിക്കും കാരണം മെയിനായിട്ട്. അങ്ങനെ ഫസ്റ്റ് മെൻസസ് വരാൻ താമസം. വീട്ടിലുള്ളവർക്കൊക്കെ അന്നേരം ഭയങ്കര സംശയവും ഭയങ്കര വിഷമവുമായിരിക്കും. 17-18 വയസ്സായാലും മെൻസസ് ആകില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഹോമിയോപ്പതിയിൽ ഈ പൾസാറ്റുള്ള നല്ല മെഡിസിനാണ്. അതോടുകൂടി കുളിരോ ഇടവിട്ട് വരുന്ന ആർത്തവസ്രാവം, അതോടുകൂടി കുളിര്, ഓക്കാനം, വേദന, ആർത്തവ സമയത്തും അതിൻ്റെ ശേഷവും കാണുന്ന അതിസാരം, ചിലപ്പം വൊമിറ്റിംഗ് ആയിരിക്കും, ചിലപ്പം ഡയറിയ, രണ്ടും കൂടെ കാണും. ഭയങ്കര ക്ഷീണമായിരിക്കും. ഈ മെൻസസ് വരാതിരുന്നതിൽ നിന്നുള്ള തലവേദന, ഛർദി, വിളർച്ച, നടുവിന് വേദന, വ്യസനം, ബുദ്ധിമാന്ദ്യം തുടങ്ങിയവ, പ്രസവവേദന. ഞാൻ കൂടുതൽ കൊടുക്കുന്ന വേറൊരു മെഡിസിനോടുണ്ട് ഈ പൾസാറ്റില പോലെ തന്നെ, അത് ചമമുലയാണ്. പ്രീമെൻസ്ട്രൽ ടെൻഷന്, ആങ്കറും ഇറിറ്റബിലിറ്റിയൊക്കെ കൂടുതലാണ്. അത് ചമമില ഇതുപോലെ തന്നെ കൊടുക്കുമ്പോൾ വളരെയധികം വ്യത്യാസം കാണാറുണ്ട്. ക്രമം തെറ്റിയും ശക്തി കുറഞ്ഞും വിപരവുമായ പ്രസവവേദന, ഇടയ്ക്ക് വേദന ഇല്ലാതാകുന്നു, രോഗി വിയർക്കുകയും ശ്വാസം മുട്ടുകയും കാറ്റുകൊള്ളണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പ്രസവവേദന ശക്തിപ്പെടുത്തുന്നതിന് ഈ ഔഷധത്തിന് കൂടിയ ആവർത്തനം കൊടുക്കുന്നതാണ് ഉത്തമം. അതായത് പ്രസവിക്കാറായി കഴിയുമ്പോൾ, എൻ്റെ അഭിപ്രായത്തിൽ പ്രസവത്തിന് ഒരാഴ്ച മുമ്പോ അതിന് 3-4 ദിവസം മുമ്പോ കൊടുത്തു കഴിഞ്ഞാൽ സുഖപ്രസവം തീർച്ചയായിട്ടും നടക്കും. അത് തന്നെയല്ല, ഒരാഴ്ച 2 ആഴ്ച മുമ്പേ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാൽഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലതിരിഞ്ഞ് കിടക്കുന്ന ഈ ബ്രീച്ച് പ്രസൻറ്റേഷൻ വരികയാണെങ്കിൽ ആ പൊസിഷൻസൊക്കെ ശരിയാകും. ഇപ്പാണെങ്കിൽ സ്കാൻ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൂടുതലുണ്ട്. അന്നേരം അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഒരുപാട് കേസും ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പലപ്പോഴും ആൾക്കാർ വിളിച്ചു വയ്ക്കും, സാറേ ഇതിന് വല്ല മെഡിസിനുണ്ടോ? ഞാൻ ഒരുപാട് കേസിൽ സക്സസ്ഫുൾ ആണ് ഈ പറഞ്ഞതിൽ. എന്നാലും അത് പൊസിഷൻ തന്നെ ശരിയാകും, VC ഡെലിവറി ആകും. പ്രസവത്തിന് ഈ ഔഷധം പോരാ വന്നാൽ പിന്നാലെ സീക്കരിക്കോർ കൊടുത്താൽ ഉടൻ പ്രസവം സാധ്യമാകുന്നതാണ്. അതായത് പൾസാറ്റില കൊടുത്തിട്ട് ശരിയായില്ലെങ്കിൽ സീക്കരിക്കോർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് പ്രസവം നടക്കും. അതൊക്കെ ഇത് നമ്മുടെ ഇപ്പം എല്ലാവരും ഗർഭിണിയായി കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. അത്ര വിശ്വാസമുള്ളവർ മാത്രമേ നിൽക്കത്തുള്ളൂ. പ്രസവശേഷം മറുപിള്ള പോകാതിരിക്കുകയും ഗർഭാശയം അതിന്മേൽ ചുരുങ്ങിപ്പിടിക്കുകയും ചെയ്യുന്നു. ഗർഭസമയത്തിൽ യോനിയിൽ നിന്ന് രക്തസ്രാവമുണ്ടായി ഗർഭം അലസിപ്പോകുവാൻ ഭാവിക്കുന്നു. രക്തം ഇടയ്ക്കിടയ്ക്ക് നിൽക്കുകയും വീണ്ടും പോവുകയും ചെയ്യുന്നു. ഇറഗുലർ ബ്ലീഡിങ് വരും. ഗർഭകാലത്ത് ഈ ഔഷധം സേവിച്ചുകൊണ്ടിരുന്നാൽ അത് ഗർഭാശയത്തിൻ്റെ മാംസപേശികളെ ശക്തിപ്പെടുത്തി കുട്ടിയുടെ വളർച്ചയെ ക്രമപ്പെടുത്തുകയും പ്രസവം ഉണ്ടാകുകയും ചെയ്യും. കുട്ടിയുടെ പ്രകൃതിവിരുദ്ധമായ കിടപ്പിനെ ശരിപ്പെടുത്തി സുഖപ്രസവം സാധ്യമാക്കുന്നതിനും സുഖപ്രസവം സാധ്യമാക്കുന്നതിനും ഈ ഔഷധത്തിന് ശക്തിയുണ്ട്. ക്രീമിൻ്റെ നിറത്തിൽ പോകുന്ന വെള്ളപ്പോക്ക്, ഇതോടുകൂടി യോനി വീർത്ത് നീറ്റലും വേദനയും അനുഭവപ്പെടുന്നു. പുറം വേദന, ക്ഷീണം, വളരെ പഴകിയ വെള്ളപ്പോക്ക്,
വരുന്നത് ഇതാണ്. ഞാൻ എൻ്റെ ഒരുപാട് കേസ് ഈ ലൂക്കോറിയയ്ക്ക് ഈ പറയുന്ന സിംറ്റം വെച്ചിട്ട് കൊടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കാർക്കേറിയ പോസും കൊടുക്കും, അൾട്ടീരിയസ് പെർനോഷ്യാസും കൊടുക്കാറുണ്ട്, മദർ ടിഞ്ചർ. ഒരുപാട് കേസുകൾ എനിക്ക് ലാസ്റ്റ് പറഞ്ഞെന്തോ സാറേ? അലർട്ടിസ് പെർനോഷ്യ ഓ, അലേട്രസ്. അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇതും കുറയും. ശ്വാസകോശം, ചപലമായ ഒച്ചടപ്പ് വന്നും പോയിക്കൊണ്ടുമിരിക്കും. വൈകുന്നേരം രാത്രിയും കിടന്നതിന് ശേഷം ഉണ്ടാകുന്ന വരണ്ട ചുമ, കിടന്നാൽ ചുമ വർദ്ധിക്കുന്നു, എഴുന്നേറ്റിരുന്നാൽ ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു. അതിന് വേറൊരു മരുന്നാണ് കയോസിയാമസ്. ഈ രാത്രി കിടന്ന് ചുമയ്ക്കും, എഴുന്നേറ്റിരുന്നാൽ ആശ്വാസം കിട്ടും. ചുമയ്ക്കുമ്പോൾ മാത്രം മൂത്രം തെറിച്ചു പോകും. സ്കില്ല ഉണ്ട്, കോസ്റ്റിക് ഉണ്ട്, നേട്രമോർ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സെപ്പിയ ഉണ്ട്, നമ്മുടെ ഈ പൾസാറ്ററായി ഇതെല്ലാം ഇതിനുണ്ട്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി ബാക്കിയുള്ള സിംറ്റംസ് വെച്ച്. രാത്രിയിൽ വരണ്ട ചുമ, പകൽ കഫത്തോടു കൂടിയുള്ള ചുമയും പച്ച നിറത്തിൽ കട്ടിയുള്ള കഫമുള്ള കഫം, ചുമച്ചു തുപ്പുന്നു. ഇടതുവശം വെച്ച് കിടന്നാൽ നെഞ്ചിടിപ്പും ശ്വാസം നിമിഷവും ഉണ്ടാകും. നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഒരു വ്രണം ഉള്ളതുപോലെ വേദന, നെഞ്ചിൽ പല ഭാഗത്തും വേദന സ്ഥാനം മാറി മാറി വരിക. 5-ാം പനിയുടെ ശേഷം ഉണ്ടാകുന്ന ചുമ. ഞാൻ ഒരുപാട് കേസിന് ഈ 5-ാം പനി കഴിയുമ്പോൾ, അതുപോലെ ചിക്കൻ പോക്സ് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് ചുമ, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പൾസാറ്റർ കൊടുത്താൽ ഒരു നല്ല, ഞാൻ ആദ്യം കൊടുക്കുന്ന ഈ മീസിൽസും ചിക്കൻ ബോക്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ, മീസിൽസ് ആണെങ്കിൽ ഒരു മോർബിഡിനും ഒരു ഡോസ് 200 കൊടുക്കും. ചിക്കൻ ബോക്സ് ആണെങ്കിൽ വേരിയോളിന് ഒരു ഡോസ് കൊടുക്കും. പിന്നെ അഥവാ ഈ ഉണ്ടാകുന്ന ചുമ മാറിയില്ലെങ്കിൽ റോസറ കൊടുക്കും. റോസറ കൊണ്ട് നല്ല കുറവ് കിട്ടും. ഇതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ, കാരണം പൾസാറ്റ കൊണ്ട് തന്നെ കുറയാറുണ്ട്, പിന്നെ കൊടുക്കാൻ്റെ കാര്യം വരുന്നില്ല. കഴുത്തിൻ്റെ പുറകുവശം, പുറം തോൾപ്പലകയുടെ മധ്യത്തിൽ അനുഭവപ്പെടുന്ന കഠിനമായ വേദന, ഇരുന്നതിന് ശേഷം നട്ടൻ്റെ അവസാന ഭാഗത്തെ സേക്രത്തിൽ അനുഭവപ്പെടുന്ന വേദന, കൈകാലുകളിൽ വേദന സ്ഥാനം മാറി മാറി വരിക, കുഴയ്ക്കും കാലിനും വലിവീഴ്ചയോടു കൂടിയുള്ള വേദന, രാത്രിയിൽ വർദ്ധിക്കുകയും വേദനയോടുകൂടി കുളിരുണ്ടാകുകയും ചെയ്യുന്നു. നമ്മുടെ ഈ കൈകാലുകളുടെ വേദന പറയുമ്പോൾ ഈ മിന്നിച്ച്, അതായത് അവർ വരുമ്പം പറയും ഇടിമിന്നൽ പോലെ എനിക്ക് ഡോക്ടറെ ഇപ്പം ഇരിക്കുമ്പം ഇവിടെ കുറച്ച് കഴിയുമ്പോൾ അപ്പറെ കാലയിൽ, പിന്നെ കയ്യേൽ, നടുവിന്, ഇങ്ങനെ മാറി മാറി വരുന്നതിന് ഉള്ള വേദനയ്ക്ക് ഇത് നല്ലതാണ്. പിന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ലാക്കസിസ്, റൈറ്റ് ടു ലെഫ്റ്റ് ലൈക്കോപ്പോഡിയം, ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് ലാക്കസിസ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഡയഗണൽ അങ്കാരിക്കസ്, പിന്നെ ഏതാണ്ടൊക്കെ മരുന്നുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി, എഴുതി വെച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ അസ്വസ്ഥതയും ഉറക്കക്കുറവും അനുഭവപ്പെടുന്നു. കൈമുട്ടിനു ചുറ്റും തരിപ്പ്, ഇടുപ്പിൽ വേദന, കാൽമുട്ടുകളിൽ നീരുണ്ടായി വീർത്ത് വേദനയുള്ളതായി നീരസ്ഥാനം മാറി മാറി വരികയും ചെയ്യുന്നു. ഓടി നടക്കുന്ന നീര്, ഇപ്പം കാലിൽ തുടയ്ക്കാണെങ്കിൽ പിറ്റേ ദിവസം മുട്ടിന് വരും, അതിൻ്റെ പിറ്റേ ദിവസം ചിലപ്പോൾ അന്ന് തന്നെയും വരും. പെട്ടെന്ന് മാറി മാറി വേദന, നീരുമൊക്കെ ഉണ്ടാവും. കാലിനുള്ള നീലനാടി വീർക്കുക, തടിക്കുക, അതായത് വെരിക്കോസ് വെയിൻ. അതിന് ഗമാമെലിസും ഒരു ഒന്നാന്തരം മെഡിസിനാണ്. കാർക്കേറിയ ഫ്ലോറും വേറൊരു നല്ല മെഡിസിനാണ്. ഒരുപാട് കേസുകൾ എനിക്ക് ഉറവാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് വേരിക്കോസ് വെയിനും വേരിക്കോസ് അൾസർ വരെ ട്രീറ്റ് ചെയ്യാൻ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ ഈ വേരിക്കോസ് വെയിനും വേരിക്കോസ് അൾസറിനും പൾസാറ്റിലാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മരുന്നാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അവത്തിന്നുണ്ടായിട്ടുണ്ട്. കാലിന് ഭാരവും തളർച്ചയും അനുഭവപ്പെടുന്നു. കയ്യിലെ നീലനാടി വീർത്ത് തടിക്കുന്നു. വൈകുന്നേരം കാലിലെ ഉപ്പൂറ്റിയിൽ തുളയ്ക്കുന്നത് പോലെയുള്ള വേദന. കാൽ തൂക്കിയിടുമ്പോൾ വേദന വർദ്ധിക്കുന്നു. വൈപ്പാറായി വിധയുണ്ട്. അതായത് തൂക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ കാലിന് ഭയങ്കര വേദനയായിരിക്കും, പ്രത്യേകിച്ച് ഉപ്പൂറ്റിക്ക്. ഉറക്കം, ഫസ്റ്റ് പാട്ട് ഉറക്കം വരികയില്ല എന്ന് പറഞ്ഞാൽ ഒരു പാതിര വരെ ഉറങ്ങാൻ പറ്റത്തേയില്ല. അതിന് വൈകിട്ട് ഉറക്കം വരാതെ നല്ലതുപോലെ ഉണർന്നത് തന്നെ കിടക്കയിൽ ചെന്ന് കിടന്നുറങ്ങുന്നതിനും ആഗ്രഹിക്കാതെ കഴിഞ്ഞുകൂടും. ആദ്യത്തെ ഉറക്കം അസ്വസ്ഥതയോടും ഉണരേണ്ട സമയമാകുമ്പോൾ നല്ല ഉറക്കത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല. രാവിലെ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. വളരെ തളർന്ന ക്ഷീണം മാറാതെയാണ് ഉണരുന്നത്. അതിന് നക്സോമിക്ക
ഇതിന് നേരെ വിപരീതമാണ്. തലയിൽ അവർക്ക് ആദ്യം രാത്രിയിലാണ്, പക്ഷേ പാതിര കഴിയുമ്പോൾ അവർക്ക് ഉറങ്ങാൻ അങ്ങനെയാ. അതിൻ്റെ നേരെ തിരിച്ച തലയിൽ കൈവച്ച് കാൽ മടക്കി മലർന്നു കിടന്ന് ഉറങ്ങുന്നത് ഇങ്ങനെ വെക്കും. ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രണ്ട് കൈയും ഇങ്ങനെ വെക്കുന്ന ഒരു സുഖം ചുമ്മാ ഇരിക്കുമ്പോൾ. അതൊരു സുഖമുള്ള പരിപാടിയാണ്. ഈ എനിക്കും ഇടയ്ക്കൊക്കെ തോന്നുന്നു അങ്ങനെ ഇരിക്കാൻ നല്ല സുഖം തോന്നുന്നു. എന്നാലും ഞാനൊരു ദിവസം പർസാറ്റിലൊക്കെ കഴിക്കും, അതൊരു സുഖം തോന്നും. പിന്നെ അങ്ങനെ പേഷ്യൻ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റും. എന്നാലും നമ്മൾ തലയിൽ കൈവച്ചുകൊണ്ടിരുന്നത് മോശമല്ലേ. ആൽമടക്കി മലർന്നു കിടന്നുറങ്ങുന്നു. ക്ഷീണം കൊണ്ട് സ്വസ്ഥതയില്ലാത്ത ഉറക്കം, റെസ്റ്റ്ലെസ്നെസ് നൈറ്റി ഉറക്കത്തിൽ കാണും. പനി, ഉഷ്ണമുള്ള മുറിയിൽ വെച്ചുപോലും കുളിരുണ്ടാകുന്നു. ദാഹം തോന്നുകയില്ല. വേദനയോടുകൂടി കുളിരുണ്ടാകുന്നു. വൈകുന്നേരം വർദ്ധിക്കുന്നു. ഏകദേശം വൈകുന്നേരം 4 മണിയോടുകൂടി കുളിര് അനുഭവപ്പെടുക. 3 തൊട്ടേ തുടങ്ങും, 4 കൂടും. രാത്രിയാകുമ്പോൾ സഹിക്കുവാൻ കഴിയാത്ത പുകച്ചിൽ അനുഭവപ്പെടുന്നു. നീലനാഴികൾ എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ വീർത്ത് വരുന്നു. ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ചൂടും മറ്റു ഭാഗങ്ങളിൽ തണുപ്പും അനുഭവപ്പെടുന്നു. ശരീരത്തിൻ്റെ ഒരു വശം മാത്രം വിശർക്കുന്നു. വിയർക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നു. പുറമേയുള്ള ഉഷ്ണം സഹിക്കുവാൻ കഴിയുന്നില്ല. തണുത്ത വായുവിൽ സഞ്ചരിച്ചാൽ ആശ്വാസം. ഞാൻ മുമ്പേ ഒരു കേസ് പറഞ്ഞു. അങ്ങനെ പല കേസുകളും ഈ തണുത്ത വായുവിൽ ഒന്നീ വിൻഡോ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ സ്കൂട്ടറിലോ കാറിലോ ഒക്കെ കയറി യാത്ര ചെയ്യുമ്പം ആൾക്ക് പല അസുഖങ്ങളും വളരെ കുറയും. പനിയോടുകൂടി തലവേദന, വിശപ്പില്ലായ്മ, ഓക്കാനം, അതിസാരം തുടങ്ങിയ ലക്ഷണങ്ങളും കാണുന്നു. ചർമ്മം, കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചതുകൊണ്ടും ആർത്തവം ശരിയായി പോകാത്തതിനും ഉണ്ടാകുന്ന അട്ടിക്കേറിയ ലൈക്ക് ഇറപ്ഷൻസ്. വസ്ത്രം മുറുകുമ്പോൾ വർദ്ധിക്കുന്നു. വൈകുന്നേരവും പകുതി രാത്രിക്കും മുമ്പ് ശരീരമാസകലം നീറുകയും ചൊറിയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ വയറിലൊക്കെ കട്ടിയായിട്ട് ഈ പാവാടയും സാരിയൊക്കെ മുറുക്കി കൊടുക്കുന്നവർക്കുണ്ടാകുന്ന അവിടെയൊക്കെ ചൊറിച്ചിലുള്ള ആൾക്ക് ഇത് വളരെ നല്ലതാണ്. പനിക്ക്, 5-ാം പനിക്കുണ്ട് ഉണ്ടാകുന്ന തടിപ്പ്, കൊഴുത്ത ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന ചർമ്മരോഗങ്ങളും കൂടെ അതിസാരവും കാണും. മർദ്ദന, അടച്ച ചൂടുള്ള മുറി, വൈകിട്ടും പകുതി രാത്രി വരെയും കിടക്കയിലെ ഉഷ്ണം കൊണ്ടും ഇടതുവശം കൊണ്ടോ വേദനയില്ലാത്ത ഭാഗം കൊണ്ടോ കിടക്കുക. കൊഴുപ്പുള്ള ദഹിക്കാത്ത ആഹാരം, രോഗമില്ലാത്ത ഭാഗത്തു നിന്നും രോഗം ബാധിച്ച ഭാഗത്തേക്ക് സമ്മർദ്ദം, ചൂട് കൊടുക്കുക, ചൂട് കാൽപാദങ്ങൾ തൂക്കിയിടുക തുടങ്ങിയവ കൊണ്ട് രോഗവർദ്ധനവ്. അഗ്രേഷൻ അല്ല മനിപ്പുലേഷനാണ് പറയുന്നത്. അഗ്രേഷൻ ബൈ വാം, ഇംപ്രഷൻ ബൈ കോൾഡ് ആൻഡ് ഓപ്പൺ എയർ. ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ ഇംഗ്ലീഷിൽ. ശമനം, അത് അമിനേഷൻ. തണുത്തതും തുറന്നതുമായ വായുവിൽ സാവധാനത്തിൽ നടക്കുന്നതിനാലും വേദനയുള്ള വശം കൊണ്ട് കിടക്കുക, മലർന്നു കിടക്കുക, തണുത്ത ഭക്ഷണം കൊണ്ടും പുറമേ തണുപ്പേൽപ്പിക്കുക തുടങ്ങിയ കൊണ്ടും ആശ്വാസം. പരസ്പരം സഹായ ഔഷധങ്ങൾ ലൈക്കോപോഡിയം, സൈലീഷ്യ, സ്റ്റാനം, സൾഫൂരിക് ആസിഡ്. മറുമരുന്ന് എന്ന് പറഞ്ഞാൽ ആന്റിഡോട്ട്, ചമമില്ല, ഓപ്പിയ, ഇഗ്നേഷ്യ, നക്സോമിക്ക, സ്റ്റാനം. പട്സാറ്റിന മരുന്ന് ചൈന, സൾഫർ, സൾഫൂരിക് ആസിഡ്, ഇഗ്നേഷ്യ. പട്സാറ്റില തുടർന്ന് വരുന്ന ഔഷധങ്ങൾ അനാക്കാർഡിയം, പോളോ ആണ് പറയുന്നത്. അനാക്കാർഡിയം, പോളോസ്വെൽ, അനാക്കാർഡിയം, ആന്റിൻഡാട്ട്, ആഴ്സനിക്ക്, അസബോയിറ്റഡ, ബെല്ലോണ, ബ്രയോണിയ, ലൂപ്രേഷ്യ, ഗ്രാഫൈറ്റിസ്, ഇഗ്നേഷ്യ, കാരിബൈക്ക്, ലൈക്കോപോഡിയം, നൈട്രിക് ആസിഡ്, നക്സോമിക്ക, ഫോസ്ഫറസ്, റെസ്റ്റോക്സ്, സെപ്യ, സൾഫർ. താരതമ്യം ചെയ്യുന്ന സൈക്ലാമിൻ, കാരിബൈക്ക്, കാരി സൾഫർ, അത് കഫക്കെട്ടിനാണ്. കരച്ചിൽ, സെപ്യ, നേട്രമൂർ, ഇഗ്നേഷ്യ. വേരിക്കോസ് വെയിൻ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വേരിക്കോസ് അൾസറാകാം, അല്ലെങ്കിൽ ഈ വൃഷ്ണവീക്കമാകാം. അതിന് കൊടുക്കാവുന്ന ഇത് നമുക്ക് ഹമാമിനിസ് ഇതിനോട് താരതമ്യം ചെയ്യാം. അതുപോലെ കാർക്കിറിയ ഫ്ലോറിനോട് താരതമ്യം ചെയ്യാം. മൂക്കൊലിപ്പ്, അരിയംസീപ്പ. 2 ഔഷധങ്ങളും ചൂടുമുറിയിൽ വർദ്ധിക്കുന്നു. തുറന്ന് വെളിവായുവിൽ ആശ്വാസം കിട്ടുന്നു. എന്നാൽ അരിയംസീപ്പായുടെ സ്രവം നേരത്തെ നിന്ന് വെള്ളം പോലെ ഇരിക്കും. മൂക്കിൽ നിന്ന് ഇങ്ങനെ കുനിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഒടിയായിട്ട് ഒഴുകി വരും.
രൂക്ഷമുള്ളതുമാകുന്നു. പൾസാറ്റിലെ കട്ടിയുള്ളതും മൃദുവായതുമാകുന്നു. പോരാൻ വിഷമാണ് പൾസാറ്റിലേക്ക്. മറ്റേതിന് തൊടിതൊടിയായിട്ട് ഇങ്ങനെ മൂക്കിങ്ങനെ ഒന്ന് കുറഞ്ഞാൽ മതി, വെള്ളം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വരും തൊടിതൊടിയായിട്ട്, വെള്ളം പോലെ തന്നെ. തൊണ്ടയിൽ കുത്തുന്ന പോലെയുള്ള വേദന, ഉമിനീർ വിഴുങ്ങുമ്പോഴും ഭക്ഷണത്തിന് ശേഷം വർദ്ധിക്കുന്നു. എപ്പിസിനുണ്ട് ഇതേ സിംറ്റം തന്നെ, എപ്പിസ്മെൻവിക്ക. അന്നനാളത്തിൽ ഭക്ഷണം കിടക്കുന്നതായി തോന്നുക. ചൈനയ്ക്കും എബിസ് നൈഗ്രായിക്കുണ്ട്. കൊഴുപ്പുള്ള ഭക്ഷണത്തിന്റെ ദോഷങ്ങൾ. എപ്പിക്കാക്ക് പൂജ കാർബോവേജ്. അതിൽ ഇങ്ങനെ തോന്നുന്നതിന് ഇത് കമ്പയർ ചെയ്യാം. ഐസ്ക്രീമിന്റെ ദോഷഫലങ്ങൾ. ആഴ്സനിക്, കാർബോവേജ്, എപ്പിക്കാക്ക്, ബെല്ലിസ്. പന്നിയുടെ ഇറച്ചിയിൽ ഉണ്ടാകുന്ന ഉദരസംബന്ധമായ രോഗങ്ങൾ. കാർബോവേജ് അതുപോലെയുള്ളൊരു മരുന്നാണ്. മറുപിള്ള പോകാതിരിക്കുന്നതിന് അതിനുള്ള മരുന്ന് നമ്മുടെ പൾസാറ്റില. വേറൊന്ന് കാന്താരിസ്. പ്രസവാനന്തര നോവിന് ചമമില, സാന്തോസൈലം, കുപ്പറമെറ്റ്. മുഴപ്പാൽ കുറഞ്ഞു കാണുക. അർട്ടിക്ക യൂറൻസ്, റെസിനസ് കമ്മ്യൂണിസ്, ആഗ്നസ് കാസ്റ്റസ്. മുലപ്പാൽ കുറവില്ലെങ്കിൽ, പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് മുലപ്പാലുണ്ടെങ്കിൽ അർട്ടിക്ക യൂറൻസ്, റിനീസ് കമ്മ്യൂണിസ്, ആഗ്നസ്. ഇതൊക്കെ സാധാരണ നമുക്ക് കിട്ടാറുള്ള കേസുകളാണ്. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ. പോളോഫിലം, അലോണിയസ്, അലർട്ടിസ്, സൈക്ലാമൻ, ഹൈട്രാസ്റ്റിസ്, ഡിന്യംറ്റിക്. പതിയെ പറയണോ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ എന്തിനു വേണ്ടിയായിരുന്നു? ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് കൊളോഫൈലം, അലോണിയസ്, അലർട്ടിസ്, സൈക്ലാമിൻ, ഹൈട്രാസിസ് ആൻഡ് ഡിന്യംറ്റിക്. 5-ാം പനിക്ക് മോർബിലിനം, കാലിബൈക്ക്. ഞാൻ കാരിമൂറും കൊടുക്കാറുണ്ട് കേട്ടോ. ചെവി വേദന, ബോറാക്സ്. ഡോസ് താണാവർത്തനം മുതൽ വരെ ഉയർന്ന ആവർത്തനം വരെ. അകന്തുക രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാവുന്നതാണ്. നിജരോഗങ്ങളിൽ ഒരു ദിവസം മതിയാകും. ഓക്കെ, ഇനി സമയമുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമോ പറച്ചിലോ ഉണ്ടെങ്കിൽ ആകാം. അതല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ അതാകാം. ഒന്നുമല്ലെങ്കിൽ ഞാനൊരു കേസ് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഇവിടെ നിർത്താം എങ്കിൽ. ഇല്ലെങ്കിൽ ഒരു കേസ് പറയാം. സാറ് പറഞ്ഞതൊക്കെ സാറ് പറഞ്ഞത് എല്ലാരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇനി 9 മിനിറ്റ് ഉണ്ട്. 9 മിനിറ്റ് ഉണ്ട്. ഡിസ്കഷൻ വേണമെന്ന് പലരും പറയാറുണ്ട്. 9-10 മിനിറ്റ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും പൾസാറ്റിലെ കുറിച്ച് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. അനുഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ സാറ് കേസ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് അവസരം കൊടുക്കാം. ഓക്കെ, 10-15 മിനിറ്റ് വേണം, അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. ഓക്കെ, 10 മിനിറ്റ് വേണോ? 10-15 മിനിറ്റ് എടുക്കും. 5 മിനിറ്റ് ഒരു കേസിനാ? ഞാനത് ഷോർട്ടായിട്ടേ അവതരിപ്പിക്കുള്ളൂ. വളരെ ഡീറ്റെയിൽസ് പോകുന്നില്ല. ഇത് ഒരു കേസാണ്. പേഷ്യന്റ് ഏജ്ഡ് 30 years, സഫറിംഗ് ഫ്രം കാൻഡിഡിയാസിസ് ആണ്. താഴെ പറയുന്നൊക്കെ ലക്ഷണം. ലൊക്കേഷൻ സ്കിന്ന്. ഈ തൊടയുടെ 2 സൈഡിലും ഏനസിന്റെ അവിടെയും ചൊറിച്ചില്, ഭയങ്കര ചൊറിച്ചിൽ, അൺബിയറബിളാ. ബേണിംഗ് ഉണ്ട്. വൈറ്റിഷ് ഡിസ്കളറേഷൻ ഉണ്ട്. 3 വർഷമായിട്ടുണ്ട്. പീലിംഗ് ഓഫ് സ്കിൻ, മൊഡാലിറ്റീസ്, അഗ്രവേഷൻ ബൈ മെന്റൽ എക്സർഷൻ, അഗ്രവേഷൻ ഇൻ ദി നൈറ്റ്, റെയിനി സീസൺ. ഇതെല്ലാം 2 മാർക്കാണ്. സ്ക്രാച്ചിങ്, കോൾഡ് വാട്ടർ ഓർ ഹോട്ട് വാട്ടർ ആപ്ലിക്കേഷൻ. അക്കമ്പനിമെന്റ്സ്, സ്ലീപ്പ് ഡിസ്റ്റർബ് ഡ്യൂറിങ് ഫസ്റ്റ് ഹാഫ്, മസ്കുലാർ വീക്ക്നെസ്. അലോപ്പതി മെഡിസിൻ പലരുടെ അടുത്തും ചികിത്സിച്ച ഒരു കേസാണ്. 3 വർഷമായിട്ടുള്ളതാണ്. 3 വർഷമായിട്ട് പൈൽസ് ഉണ്ട്. അതിനും അലോപ്പതി മരുന്ന് തന്നെ കഴിച്ചു. പേഷ്യന്റ് ആസ് എ പേഴ്സൺ, ഫിസിക്കൽ ജനറൽസ്, ആപ്പിറ്റേറ്റ്, നോ ചേഞ്ച് ഇൻ ആപ്പിറ്റേറ്റ്, എൻജോയ്സ് ഈറ്റിംഗ്. എല്ലാം കഴിക്കും, നല്ല തീറ്റിപ്രിയനാണ്. ഡിസയർ സ്പൈസി ഫുഡ്, ഉപ്പും എരിവും ഒക്കെ വളരെ ഇഷ്ടമാണ്. അവേർഷൻ ടു മിൽക്ക്, തേസ്റ്റ്, 5 glasses a day, ടേക്സ് കോൾഡ് വാട്ടർ. പെർസ്പിറേഷൻ ഫേസിലാണ് കൂടുതൽ.
urine, occasional burning, maturation 3 to 4 times a day, stool 1 daily, semi-solid, sexual function, married, 10 years back, doesn't have a child. Thermal reaction, uses always at low speed. Bath, warm water, always habit, enjoy summers, no covering during sleep. Outpatient ആണ്. Emotional state, worried about not having a child, about financial problems in the family. വീട് കൂടുതലുണ്ടോ? ഇല്ല സാറേ, അല്ല. Irritable, gets angry fast and shout back, becomes violent. Sensitive in dealing with others over silly matters. Brooding about past incidents. Reaction, aggravation by contradiction, gets angry if contradicted. Sleep and dreams. Sleep disturbed during first half due to the complaints. Dreams cannot remember. Appearance lean, weight 52 kg, tongue slightly coated, father edema absent, blood pressure 130/80, pulse 78 per minute, respiratory 18 per minute, respiratory system nothing abnormal detected, CVS NAD, cutaneous examination, white discoloration, drop and peeling of skin seen in the inner aspect of the thigh around genitalia and anus, no discharge. Provisional diagnosis, candidiasis, differential diagnosis, tinea. Nice space. The patient hails from a middle-class family. He is a graduate working as a research assistant. His memory is good. Performs well in the work area. He was married 10 years back, but doesn't have a child. He is not on good terms with his father. He has financial problems in the family. Because of all these problems, sometimes he gets upset. He is very irritable and gets angry fast on troubles. He also thinks a lot about past events and roots. സമയമുണ്ടോന്നാണ് നോക്കുന്നത്. റെസ്പിറേറ്ററി റെപ്പർട്ടോറി ടോട്ടാലിറ്റി കെൻഡാണ്. കോൺട്രഡിക്ഷൻ അഗ്രവേസ്, അത് മൈൻഡ് ആങ്കർ കോൺട്രഡിക്ഷൻ ഫ്രം, അത് പേജ് നമ്പർ 2 കൺട്രപ്പർട്ടി കമന്റ് ക്വാളിഫൈഡ് മെന്റൽ. ഇറിറ്റബിൾ ഗെറ്റ്സ് ആംഗ്രി വയലന്റ്, മൈൻഡ് ആങ്കർ വയലന്റ്, ക്വാളിഫൈഡ് മെന്റൽ 3-ാമത്തെ പേജ്. ബ്രൂഡനിങ് ഓവർ പാസ്റ്റ്, മൈൻഡ് ബ്രൂഡിങ് 10-ാമത്തെ പേജ് മെന്റൽ ജനറൽസ്. പെർസ്പിറേഷൻ ഓഫ് ഫേസ് പെർസ്പിറേഷൻ 390 ഫിസിക്കൽ ജനറൽ. ക്രേവിംഗ് ഫോർ സോൾട്ട്, സ്റ്റൊമക് ഡിസീസ് സോൾട്ട് 486-ാമത്തെ പേജ് ഫിസിക്കൽ ജനറൽ. അവേർഷൻ ടു മിൽക്ക്, സ്റ്റൊമക് അവേർഷൻ ടു മിൽക്ക് 481 ഫിസിക്കൽ ജനറൽസ്. സ്കിൻ ഇച്ചിങ്, ബേർഡ്സ് ഫ്രം സ്ക്രാച്ചിങ്, സ്കിൻ ഇച്ചിങ് സ്ക്രാച്ചിങ് അഗ്രവേഷൻ 1328-ാമത്തെ പേജ് ക്യാരക്ടറിസ്റ്റിക് പർട്ടിക്കുലർ. ബേണിംഗ് ആഫ്റ്റർ സ്ക്രാച്ചിങ്, സ്കിൻ ബേണിംഗ് സ്ക്രാച്ചിങ് ആഫ്റ്റർ 1308 ക്യാരക്ടറിസ്റ്റിക് പർട്ടിക്കുലർസ് സിംറ്റമാണ്. റിപ്പോർട്ടഡ് മോർട്ടാലിറ്റി. അന്നേരം ഈ എന്ന സിംറ്റം വെച്ചിട്ട് കെന്റ് റെപ്പാർട്ടിക്കകത്ത് സെപ്യ 12/6, സൾഫർ 12/6, സൈരീഷ 12/5, പൾസാറ്റില 11/5, കാർക്കേറിയ 11/6. പക്ഷെ അനാലിസിസ് ആൻഡ് പെർസെപ്ഷൻ with it is a hot patient, desire for pungent things, salt things, പൾസാറ്റില അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇൻഡ്യൂഡൈസ് ചെയ്തപ്പം പൾസാറ്റിലായിക്കാണ് കൂടുതൽ ഇൻഡിക്കേഷൻ വരുന്നത്. ഇറ്റ് ഈസ് ഓൺലി ഈ റെപ്പാർട്ടി എന്ന് പറയുന്ന ഒരു ടൂളാണ്. പക്ഷെ നമ്മൾ ഇൻഡ്യൂഡൈസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നപ്പം പൾസാറ്റിലാണ് കിട്ടിയത്. അതായത് ഒരു അത് ഒരു 2-3 പ്രാവശ്യം, ആദ്യത്തെ 2 പ്രാവശ്യം 1 മാസത്തിനകം പൾസാറ്റില 0/3 കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് 2-ാമത്തെ മാസം 1 പ്രാവശ്യം 0/6 കൊടുത്തു. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. പക്ഷെ 1.5 മാസം 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ക്യൂറായി. ഇതാണ് കേസ്. എന്നായി സമയം 2 മിനിറ്റ് കൂടി ഇനിയുണ്ട്. ഇനി 2 മിനിറ്റേ ഉള്ളൂ സാറേ. അപ്പൊ ഇത് നമുക്ക് നിർത്താം. അപ്പോ ഇനി എന്തെങ്കിലും പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ
എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പൾസാറ്റിലെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് സാർ പറഞ്ഞു തന്നു. ഒരു കേസും പറഞ്ഞു. അത്യാവശ്യം പൾസാറ്റിലെ ഒന്ന് വരച്ച് കാണിച്ചു. എല്ലാ പൾസാറ്റിലെ ഏതെല്ലാം അവസ്ഥകളിൽ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചെല്ലാം സാറ് വിശദമായി സംസാരിച്ചു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ ഉണ്ടെങ്കിൽ ജസ്റ്റ് 1 മിനിറ്റ് സമയമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇപ്പം ഇവിടെ 33 പേരുണ്ട്. അതാണ് 36 37 പേരുണ്ടായിരുന്നു. 3-4 പേര് പോയി. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ IAPHനും എനിക്ക് എപ്പോഴും അവസരം തന്ന IAPHനും അതിൻ്റെ ഭാരവാഹികൾക്കും മോഡറേറ്റേഴ്സിനും എൻ്റെ ആത്മാർത്ഥമായ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു. അല്ല സാറേ, ജയചന്ദ്ര ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? പറഞ്ഞോട്ടെ. ജയചന്ദ്ര ഡോക്ടറെ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. കേൾക്കുന്നില്ലല്ലോ. അൺമ്യൂട്ട് ചെയ്ത് കാണുകയില്ല. അൺമ്യൂട്ട് ചെയ്ത് പുള്ളി ചെയ്ത് കാണുകയില്ല. ചെയ്തിട്ടുണ്ടല്ലോ. കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല ജയചന്ദ്രൻ ഡോക്ടറെ. ഇത് ഇത് ചെയ്ത് കാണുകയില്ല. ഇത് എന്നാ ജയചന്ദ്രൻ ഡോക്ടർ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ജോളി ഡോക്ടർ ഇന്നലെ ഫാക്കൽറ്റി ആയിരുന്നു. ഇന്ന് നമ്മുടെ ഓഡിയന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, ശ്രീധരക്കുറിപ്പ് സാറേ, പൾസാറ്റില ഒരു മഹാറാണിയാണെന്നാണ് ഞങ്ങൾക്കിപ്പോ മനസ്സിലായിരിക്കണത്. സാറ് രാജ്ഞി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചക്രവർത്തിനി എന്നൊന്ന് പറഞ്ഞൂടെ? പൾസാറ്റിലെ വേറെ രാജ്യന്മാരൊക്കെ എടുക്കാനുണ്ട്, അതുകൊണ്ട് വേറെ ഉള്ളവർക്ക് അസൂയ തോന്നുന്നുണ്ടെന്ന് വിചാരിച്ച. അല്ലല്ല, ഇത് ശരിക്കുള്ള ചക്രവർത്തിനിയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ലേഡി റെമഡീനെ തന്നെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ലേഡി ഡോക്ടേഴ്സിന്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. ലേഡി മാത്രമല്ല, ജെൻസിനും നല്ല നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കിട്ടാം. അത് പേരിന് മാത്രം ഒരു ലേഡിന്ന് വെച്ചിട്ടേ ഉള്ളൂ. അല്ല സാറല്ല, പൊതുവെ പൾസാറ്റിലെ ലേഡി എന്നല്ലേ പറയുന്നത്. അതുകൊണ്ടല്ല, അത് കറക്റ്റ് ആണ്. നക്സ് ജെൻസ് ആണെങ്കിലും എന്നാ ഡോക്ടർ ജയചന്ദ്രന് തുറക്കാൻ പറ്റുന്നില്ലേ? ഡോക്ടർക്ക് പറയാമോ? നന്ദി സാറേ, നന്ദി. നന്ദി. വിളിച്ചതിനും കണ്ടതിനും വളരെ നന്ദി. ജയചന്ദ്രൻ ഡോക്ടർ റേഞ്ച് പോകുന്നുണ്ട്. ജയചന്ദ്രൻ ഡോക്ടറിലേക്ക് റേഞ്ച് കുറവായിട്ട് വരാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ജോളി ഡോക്ടർ ക്ഷണിക്കുകയാണ്. ഞാൻ ശ്രീധരക്കുറുപ്പ് സാറിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ജോളി ഡോക്ടറുടെ ഇന്നലത്തെ ക്ലാസ് ഞാൻ കിടന്നോണ്ടാ കേട്ടത്. അതുകൊണ്ട് ഞാൻ അതുകൂടെ പറയട്ടെ, വളരെ നല്ല സൂപ്പർ. ഒരുപാട് തൈറോയിഡിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു 20-25 വർഷം മുമ്പ് കണ്ടത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് പക്ഷെ റേഞ്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ജയചന്ദ്ര ഡോക്ടറിനുള്ള പോലെ അപ്പൊ മുറിഞ്ഞു ഇടയ്ക്ക് കുറെ മിസ്സായി പോയി. ഡോക്ടർ ആ ക്ലാസ് ഒരു ദിവസം കൂടി എടുക്കണമെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുണ്ടാവണം. ശ്രീധരക്കുറുപ്പ് സാറിനുള്ള നന്ദി കൂടെ രേഖപ്പെടുത്തി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ജയചന്ദ്രൻ ഡോക്ടർ എന്നെ പേഴ്സണലായിട്ട് വിളിക്കാൻ പറ. ക്വസ്റ്റ്യൻസ് ഇതിന്റെ പൾസാറ്റിലെ കുറിച്ച് ഇത്രയും നല്ല ക്ലാസ് മാത്രമല്ല സാർ അതിന്റെ മുഴുവനും കമ്പാരിസണും എടുത്തു. എത്രയോ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തത് മലയാളത്തിലോട്ട് മാറ്റിയിട്ട്. പൾസാറ്റിലെ കുറിച്ച് മറ്റുള്ള എല്ലാ ഡ്രഗിന്റെ കമ്പാരിസനാണ് അവസാനം തന്ന്, പിന്നെ ഒരു കേസും. അപ്പോൾ ഇംഗ്ലീഷിന്റെ റെപ്പർട്ടറി പോലെ മലയാളത്തിലാണ് സാറ് റെപ്പർട്ടറി ഇന്ന് മുഴുവൻ പറഞ്ഞത്. ആ കേസ് മുഴുവൻ റെപ്പർട്ടറൈസേഷൻ ആണ് ചെയ്തത്. അപ്പൊ ഇത്രയും നല്ലൊരു ക്ലാസ് തന്ന ശ്രീധരക്കുറുപ്പ് സാറിനോട് ഞാൻ ഒരു ഇവാലുവേഷനും അർഹതല്ല. കാരണം അത്രയും നോളജ് ഉള്ള ഒരാളുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല. എങ്കിലും IAPHയുടെ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയും ഇവിടെ വന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്തതും എല്ലാ ഇതിന്റെ ഭാരവാഹികളായ ഡോക്ടർമാർക്കും ധനേഷ് സാറിനും ശൈലജിക്കും എല്ലാവർക്കും
മറിയമ്മ മാഡത്തിനും എല്ലാം നന്ദി പറയുന്നു. ശ്രീധര കുറുപ്പ് സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇത്രയും നല്ല ഹെവി ഒരു ടാസ്ക് ആയിട്ടാണ് പൾസാറ്റിലേന്ന് നമ്മൾക്ക് നോക്കി ഇത്ര സിമ്പിളായി പ്രസന്റ് ചെയ്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടറെ സമയം കഴിഞ്ഞല്ലോ. ഇനി എന്നാലും ഒരു മിനിറ്റ് ആ കൂടി ഒരു സെക്കൻഡ് കൊണ്ട് ഒന്ന് പറഞ്ഞു തീർക്കണേ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഓ, നീ ഉറങ്ങിയാ പോലെ ജയചന്ദ്രൻ ഡോക്ടറെ ക്ലിയർ അല്ല, കേൾക്കാൻ പറ്റുന്നില്ല. റേഞ്ച് പ്രശ്നമുണ്ട്, ദയവായി ക്ഷമിക്കുക. നമുക്ക് അടുത്തൊരു സാറിനെ ഫോൺ ചെയ്ത് സംസാരിക്കാം. ജയചന്ദ്രൻ ഡോക്ടർ പറയുന്നൊന്നും നമുക്ക് കേൾക്കുന്നില്ല. എന്തായാലും സാറിന്റെ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഞാനും ഇപ്പോൾ സൂമിലുള്ളപ്പോൾ സാറ് എത്തുന്നത്. വളരെ സന്തോഷം. സാറിന്റെ ക്ലാസ് ഒരിക്കൽ കൂടി കേൾക്കുവാനുള്ള അവസരം ഉണ്ടായി. എന്തായാലും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി. നെറ്റ് പ്രോബ്ലം ആണ്. പറഞ്ഞോ, ഒരു മിനിറ്റ് പറഞ്ഞോ. അല്ല സാറേ, ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ജോളി ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടും സാറിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.